കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇപ്പം എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാൻ വരും കേട്ടോ. വളരെ ഇന്നിപ്പോൾ മുപ്പട്ട് വ്യാഴമാണ്. കുംഭത്തിലെ വളരെ തിരക്ക് കൂടുതലാണ്. നല്ല തിരക്കാണ്. തന്നെ 1:30 അടയ്ക്കേണ്ടത് ഇന്ന് 2:15 2:30 ആയിട്ടാണ് അടച്ചത്. അതുവരെ തിരക്ക് തന്നെയാണ്. എല്ലാ തരത്തിലും തിരക്കായിരുന്നു. 1000 രൂപയുടെ ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്തു വെച്ചാലും നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആരായിട്ടാണ് ആ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ നമ്മളെ കാത്തിരിക്കുന്നത് നോക്കാൻ വേണ്ടി പോവാം. ആദ്യം തന്നെ ഗണപതി, കിഴക്കേ നടയിലുള്ള ഗണപതി അമ്പലത്തിലൊന്ന് പോയിട്ട് അദ്ദേഹത്തെ തൊഴുതു വരാം. അങ്ങനെ അത് കഴിഞ്ഞ് ഗോപുരവാതിൽ കടന്ന് നമുക്ക് ആ വാതിൽ മാടം കയറുക. വാതിൽപ്പടി കയറുമ്പോൾ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ശ്രീലകത്തുള്ള ആ നെയ്വിളക്കിൻ്റെ, സ്വർണ്ണവിളക്കിൻ്റെ ആ വെളിച്ചം ഇങ്ങനെ നമ്മളിലേക്ക് എത്തും. ആ പ്രകാശം എത്തുമ്പോൾ തന്നെ നമുക്കൊരു അനുഭൂതിയാണ്. ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്തെ അനുഭൂതി ഇങ്ങനെ നമ്മളിലേക്ക് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അത് കഴിഞ്ഞ് നേരെ തൂണൊന്ന് നോക്കി തൊഴുതു. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത അതിനുശേഷം നമ്മളിങ്ങനെ നടക്കുകയാണ്. കിഴക്ക് വശത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ കാൽത്തളകൾ കാണുന്നു. ഒരു വലത്തെ കാലിൻ്റെ മുകളിൽ ഇടത്തെ കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇടത്തെ കാലിൻ്റെ വലത്തെ കാലിൻ്റെ മുകളിൽ അങ്ങനെ ഒരു വലിയ കാർന്നോരായിട്ടാണ് അന്ന് അവിടെ ഇരിക്കുന്നത്. ആൾ ചെറുതാണ്, പക്ഷേ വലിയ കാർന്നോരുടെ സെറ്റപ്പിലാണ് ആളിരിക്കുന്നത്, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരം ആണ് കാണുന്നത്. ആ കാൽത്തളകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് നോക്കുമ്പോൾ ചെറിയൊരു കുമ്പയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കണം. അതന്നെ ഗംഭീരത്തിലാണ്. അച്ചരിക്കണമായിരിക്കും എന്താ ഇരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും ഇരുന്നോട്ടെ. ചെറിയ ആളാണ്, എന്നാലും നല്ല ഒരു കാലുമ്പ് കാല് കയറ്റി ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, അതേമാതിരി കാർന്നവരിങ്ങനെ അമർത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നല്ലൊരു രസമായിട്ടുള്ള കാഴ്ചയാണ്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരി. കളഭാലങ്കാരം ഉണ്ടായിരുന്നത് കക്കാട് മനോദിക്കനാണ്. അദ്ദേഹമാണ് ഇന്നത്തെ കളഭാലങ്കാരം ചാർത്തിയിട്ടുള്ളത്. വളരെ നല്ല രസമായിട്ടുള്ള ചാർത്താണ്. അങ്ങനെ നോക്കി വരുമ്പോൾ കൈകളിലൊക്കെ ആ കൈവളകൾ കാണുന്നുണ്ട്, തോൾവളകളുണ്ട്. അങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നെറ്റിയിലൊരു വലിയ ഗോപീതിലക ഉണ്ട്. അതുപോലെ കഴുത്തിലൊരു മാങ്ങാമാല ഉണ്ട്. പിന്നെ 2-3 തിലകം കൊണ്ട് ഒരു മാല പോലെ അങ്ങനെ, പിന്നെ ഒരു പതക്കം പോലത്തെ ഒരു മാല, പിന്നെ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്, മറു കയ്യിൽ വെണ്ണയുണ്ട്. പക്ഷെ അതൊന്നല്ല, ഇരുത്തത്തിൻ്റെ പവറിലാണ് ഇരിക്കുന്നത്. കാർന്നോരിങ്ങനെ ഉമ്മർത്തിരിക്കുന്ന കാർന്നോറാണ്. അപ്പോൾ ശ്രീലകത്ത് എല്ലാവരും ഇരുത്തം വന്ന ആ ഒരു കാർന്നോരായിട്ടുള്ള ആ ഒരു ഇരുത്താണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ. ആൾ ചെറുതാണെങ്കിലും ഗംഭീരമാണ്. പുഞ്ചിരിയാണെങ്കിൽ കൂടി നല്ല രസമായിട്ട് കൗതുകകരമായ കാഴ്ചയാണ്. പിന്നെ തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട് 2 അതുപോലെ ഉണ്ടമാല ഉണ്ട്. തെച്ചിയും വെളുത്ത പൂവും ഇടവിട്ടിട്ട് അങ്ങനെ, പിന്നെ താമരയും തുളസിയായിട്ടുള്ള ഒരെണ്ണം, അങ്ങനെ 2 തിരുമുടിമാലകളാണ്. നന്നായിട്ടുള്ള അലങ്കാരമാണ് കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് ശ്രീലകത്തേക്ക്, ഇപ്പോൾ നമ്മൾ സോപാനപ്പടിയിലാണ്. ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുക, ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണുകയാണ് കേട്ടോ. അങ്ങനെ കണ്ടോളൂ, പ്രാർത്ഥിച്ചോളൂ, മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ തിടപ്പള്ളിയിലേക്കൊന്ന് നോക്കി തൊഴുതു. അതുപോലെ ആ സപ്തമാതാക്കളെ ഒന്ന് തൊഴുതു. അങ്ങനെ വരുന്ന സമയത്ത് ഗണപതി അമ്പലത്തിലേക്ക് എത്തിയിട്ട് ഗണപതിനെ ഒന്ന് കണ്ടു തൊഴുതു. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം.
അങ്ങനെ കണ്ട് തൊഴുത് അവിടെ ഏത്തൊക്കെ ഇട്ട് ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് സരസ്വതി ദേവിയുടെ ഫോട്ടോ കാണാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് പതുക്കെ അങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് ചെറിയ ഗണപതിയുടെ വിഗ്രഹം കാണാം. അവിടേക്കൊന്ന് തൊട്ട് തലോടിയിട്ട് മത്സ്യകൂർമ്മം, വരാഹം, നരസിംഹം വരെ ഉള്ള ആ വിഗ്രഹങ്ങളെ വഴിയിൽ നിന്ന് നമുക്ക് കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നേരെ മേൽശാന്തിയുടെ അടുത്ത് വന്ന് മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദം ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി മേൽശാന്തിയുടെ അടുത്ത് നിന്ന് ഇനി അനന്തപത്മനാഭസ്വാമിയെ കണ്ട് തൊഴാം. അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴുക. അങ്ങനെ തൊഴുത് നേരെ പുറകു വശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ച് വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അവിടെയൊക്കെ കണ്ട് തൊഴുത് കണ്ണനെയൊക്കെ കണ്ട് തൊഴുക, മുരുകനെയൊക്കെ കണ്ട് തൊഴുക. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുക. നല്ല ഒരു എന്താ പറയുക, കുങ്കുമം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. ത്വമസ്മിൻ കാര്യ നിര്യോഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമസ്തായ ദുഃഖക്ഷയ കരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം ആരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുതു. ഇനി നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്നിട്ട് നമ്മുടെ താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുതു. മണിക്കിണർ നോക്കി തൊഴുതു. അങ്ങനെ ആ നൃത്തം അറയിരിക്കും നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് അവിടെയും തൊഴുതു. അങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനി ആ കൃഷ്ണാട്ടത്തിൻ്റെ രൂപവും വസുദേവരുടെ രൂപമൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങി. പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദം, ചന്ദനം പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തൊഴുത് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ പോവാം. അങ്ങനെ അവിടെ വന്ന് ഭഗവതിയെ കണ്ട് തൊഴുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ഭഗവതിയൊക്കെ നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ചുവന്ന വട്ട പൊട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കണം. ചുവന്ന വട്ടമൊക്കെ എടുത്ത് നിറയെ മാലകളായിട്ട് അലങ്കരിക്കപ്പെട്ടിട്ടായിരിക്കണം. അവിടെ നിന്ന് തൊഴുത് നമ്മൾ കോർണറിലേക്ക് വന്നിട്ട് മമ്മിയൂരപ്പനെ കണ്ട് തൊഴുകയാണ്. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുക. അപ്പോൾ അവിടെ മമ്മിയൂരെത്തി നമ്മൾ. അത് കഴിഞ്ഞ് ആ കൊടിമരത്തിൻ്റെ മുകളിലേക്കൊന്ന് നോക്കിയിട്ട് അങ്ങനെ അവിടേക്ക് വരികയാണ്. അവിടെ എത്തി വീണ്ടും നമ്മൾ ശ്രീലകത്തേക്ക് നോക്കിയാൽ നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ കാണാം. കാലുമ്മ കാല് കയറ്റിയിട്ടിരിക്കണം. ഓടക്കുഴലും വെണ്ണയൊക്കെ പിടിച്ചിരിക്കണം പൊന്നുണ്ണിയെ കാണാം. അപ്പോൾ കണ്ട് തൊഴുക. അതിനവിടെ നിന്ന് തൊഴുത് നമസ്കരിച്ച് കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുക. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അവിടെ വരാം. അയ്യപ്പസ്വാമിയുടെ അവിടെ നിറയെ പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ആയിട്ടില്ല, ചന്ദന ചാർത്തൊക്കെ ആവണേല്ലോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് പ്രദക്ഷിണമായിട്ട് നമ്മൾ വടക്ക് പടിഞ്ഞാറ് നടയിലേക്ക് എത്തി. ആ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെയും അതുപോലെ കൊടിമരത്തിലെ വേണുഗോപാലിനെയൊക്കെ കണ്ട് തൊഴുതു. എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് ഗുരുവായൂരപ്പനെ തൊഴുതു കേട്ടോ. എന്നെ കേൾക്കുന്ന എല്ലാവരും ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്ന് മനസ്സിൽ വിചാരിച്ച അവിടെ തന്നെയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ
ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.